തെറ്റെന്ന് പറയുന്നതിനകത്ത് ഒരുപാട് രംഗമുണ്ട്. ചില കാര്യങ്ങൾ എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് പാപമാണോ? ഞാൻ പറയും, എനിക്ക് പാപമാണ്, നിനക്ക് പാപമാകണമെന്നില്ല. കാര്യം നിൻ്റെ വിളിയുടെ ലെവൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലെവൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങയെക്കുറിച്ചുള്ള ദൈവിക ആശ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ലെവലിന് ഒത്തവണ്ണം വ്യത്യസ്ത തെറ്റുകളാണ് വീഴ്ചയിലേക്ക് നടത്തുന്നത്. ടെലിവിഷനിലെ ന്യൂസ് ചാനൽ കാണുന്നത് ഒരിക്കലും തെറ്റല്ല, സ്പോർട്സ് കാണുന്നത് ഒരിക്കലും തെറ്റല്ല, പ്രത്യേകിച്ച് ആ പ്രായത്തിൽപ്പെട്ടവർക്ക്. പക്ഷെ നാളെ MScയുടെ എക്സാമിനേഷൻ നടക്കുകയാണ്, തലേ രാത്രിയിൽ സ്പോർട്സ് ചാനൽ എടുത്തു വെച്ച് സ്പോർട്സും കണ്ടുകൊണ്ടൊരു കുഞ്ഞിരുന്ന പൊന്നു കുഞ്ഞ്, തെറ്റാണ് നീ കാണിക്കുന്നത്, തെറ്റാ. അപ്പന് കാണാം, അമ്മയ്ക്ക് കാണാം, സഹോദരങ്ങൾക്ക് കാണാം, അവരാരും നാളെ MScക്ക് എഴുതാൻ പോകുന്നവരല്ല. പക്ഷെ നീ അതിന് പോകയാകയാൽ ഇത് നിനക്ക് തെറ്റാ. സാധാരണ ചാനലുകൾ കാണുന്നത് തെറ്റാണോ? ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ ചാനലിൻ്റെ കാര്യമാണ്. എൻ്റെ ഇപ്പോഴത്തെ കേൾവി അനുസരിച്ച് ക്രിസ്ത്യൻ ചാനലുകൾ ഈ ലോകത്തിൽ ആകെപ്പാടെ 6 ലക്ഷത്തിലധികം ഉണ്ടെന്നാണ്. പല ഭാഷകളിലായി, ഈ മലയാളത്തിൽ തന്നെയല്ല, പല ഭാഷകളിലായി 6 ലക്ഷത്തിലധികം ക്രിസ്ത്യൻ ചാനലുകൾ ഇന്ന് ഭൂമിയിലുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത്. കൺഫേംഡ് അല്ല, എങ്കിലും ഏറെക്കുറെ തെറ്റാത്ത ഒരാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ചാനലുകൾക്കകത്തെല്ലാം കേൾക്കുന്നത് ശരിയാണോ തെറ്റാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം പലതും കേൾക്കുന്നത് തെറ്റാണ്. കാരണം ദൈവം എന്നോട് ഇടപെടുകയും ദൈവികമായ ഒരു ആലോചന ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുവാൻ കർത്താവ് എന്നെ ഏൽപ്പിക്കുന്നതിനാൽ, ശക്തീകരിക്കുന്നതിനാൽ അതിൻ്റെ സമയം വേറൊന്നിനെ കളയുന്നത് നിശ്ചയമായും തെറ്റായിരിക്കും. ഇതിനേക്കാൾ വലിയ ആശയം ദൈവത്തിന് ഇടപെടാനുണ്ട്, ദൈവത്തിന് എന്നെ ഉപയോഗിക്കാനുണ്ട്. അതുകൊണ്ട് പല തെറ്റുകളും സാധാരണക്കാരന് തെറ്റല്ലാത്തത് വൃതന്മാർക്ക് തെറ്റാം. ഇന്ന് പകൽ വൃതന്മാരുടെ സ്റ്റാൻഡേർഡിലേക്ക് വളരുവാൻ ഒന്ന് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും മാറരുത്.